കായംകുളത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും അപകടത്തിൽപ്പെട്ടിരുന്നല്ലോ. KP റോഡിൽ മൂന്നാം കുറ്റിക്ക് സമീപത്തായിരുന്നു ഈ അപകടമെന്ന് മനസ്സിലാക്കുന്നു. മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസ് KSRTC ബസ്സിന്റെ പിന്നിലിടിക്കുകയായിരുന്നു എന്നാണ് വിവരം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിഷ, ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? അത് മാത്രമല്ല, അപകടം എങ്ങനെ ഉണ്ടായി? അനു, ഇന്ന് രാവിലെയാണ് മറ്റൊരു അപകടം കൂടി ആലപ്പുഴ KP റോഡിലുണ്ടായ. KP റോഡിൽ മൂന്നാം കുറ്റിക്ക് സമീപമായിരുന്നു അപകടം. ഈ സ്വകാര്യ ബസ് KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിൻ്റെ പിന്നിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. നമുക്കറിയാം, ഈ സ്കൂൾ സമയമൊക്കെയാണ്, അതുകൊണ്ട് നിറയെ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്ന ആളുകളും ഒക്കെ ബസ്സിലുണ്ടായിരുന്നു. പക്ഷേ 10ഓളം പേർക്ക് KSRTC ബസ്സിലെയും സ്വകാര്യ ബസ്സിലെയും 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ വാർത്തകളാണ് ലഭിക്കുന്നത്. ഈ പരിക്കേറ്റ 10ഓളം പേരും വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുണ്ട്. അവർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അനു, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.